Hi all, welcome to Learnino. നമുക്ക് മൊഡ്യൂൾ 1 ഇലക്ട്രോകെമിസ്ട്രിയുടെ റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് ഇൻ സെൽ? ഗാൽവാനിക് സെല്ലിൽ യൂസ് ചെയ്യുന്ന സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. ഇതൊരു 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. First point, to provide continuity of electrical circuit, electron flow through the external circuit, anion flow between compartment through the salt bridge. അതായത് നമ്മുടെ സർക്യൂട്ടിന് ഡാനിയൽ സെല്ലിനെ ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 കമ്പാർട്ട്മെന്റിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ആണ്. To prevent the diffusion of ions from one compartment to another. അതായത് 2 കമ്പാർട്ട്മെന്റ്, ആനോഡിക് കമ്പാർട്ട്മെന്റിൽ നിന്നും കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ നോക്കുന്നത് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ആണ്. KCl, NH4, NO3 are used in the salt bridge. Ions like K+ and Cl have equal mobility. K+ ions move to cathode and Cl- move to anode. അപ്പൊ ഇതാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്? അതും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. Electrolysis plating is a corrosion prevention method. It is defined as the controlled autocatalytic deposition of a continuous layer of metal from its own salt solution on the surface of a substrate material by a suitable reducing agent without using electricity. Electricity ഉപയോഗിക്കാതെ ഒരു reducing agentനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്ട്രേറ്റിന്റെ സർഫസിൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഇപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉണ്ട്, അത് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെ കോട്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ്, ഫസ്റ്റ് അഡ്വാൻറ്റേജ് അത് തന്നെയാണ്, നോ ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ്. വി ക്യാൻ കോട്ട് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടക്ടേഴ്സിനെ മാത്രമേ കോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ ഇൻസുലേറ്റേഴ്സിനെയും കോട്ട് ചെയ്യാൻ, കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നില്ല. ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ്. ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് ഗാൽവാനിക് സീരീസ്? ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോകെമിക്കൽ സീരീസും ഗാൽവാനിക് സീരീസും തമ്മിലുള്ള ഡിഫറൻസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ E0 മെഷർമെന്റ്, മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. E0 മെഷേർഡ് ബൈ ഡിപ്പിംഗ് പ്യുവർ മെറ്റൽ ഇൻ 1 molar സാൾട്ട് സൊല്യൂഷൻ. അതായത് സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതുപോലെ അതിന്റെ പ്യുവർ ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് E0 മെഷർ ചെയ്യുന്നത്. പൊസിഷൻ ഓഫ് മെറ്റൽ ഈസ് ഫിക്സ്ഡ്. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ അതിനകത്ത് സിങ്ക് എന്ന് പറഞ്ഞാൽ -0.76 ആണ് സിങ്കിന്റെ വാല്യൂ. ഇനി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് SH ആണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇനി എന്താണ് ഗാൽവാനിക് സീരീസ്? കൊറോഷൻ ടെൻഡൻസി അനുസരിച്ച് മെറ്റലുകളെയും അലോയ്സിനെയും അടുക്കി വെച്ചിരിക്കുന്ന സീരീസ് ആണ് ഗാൽവാനിക് സീരീസ്. ഇവിടെ E0 മെഷർ ചെയ്യുന്നത് മെറ്റൽസിനും അലോയ്സിനും, കാരണം കൊറോഷൻ അവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത്. Then E0 is measured by dipping metals and alloys in sea water. അതായത് ഇതിനെ സീ വാട്ടറിൽ മുക്കി വെച്ചിട്ടാണ് കൊറോഷൻ ടെൻഡൻസി കണ്ടുപിടിക്കുന്നത്. പൊസിഷൻ മേ ചേഞ്ച്, എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കലോമൽ ഇലക്ട്രോഡ് ആണ്. ഓക്കെ, then ഒരു പ്രോബ്ലം. ഇലക്ട്രോകെമിസ്ട്രി നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട് നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന. അതായത് ഇവിടെ FeCu2+ gives Fe2++ Cu. ഒരു സെല്ലിന്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്, കോപ്പറിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അയണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, E0 സെല്ല് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കുക? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. നമ്മളോട് പറഞ്ഞേക്കുന്ന കാൽക്കുലേറ്റ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ്. ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ. So we can apply Nernst equation. E is equal to E0 minus 0.0591 by N into log concentration of product divided by concentration of reactant. So E cell is equal to E0. E0 cell is 0.73 volt minus 0.059 by N. N എത്രയാണ് ഇവിടെ? 2 ആണ് N, കാരണം ചാർജ് 2 ആണ്. ലോഗ് അതിന്റെ കോൺസെൻട്രേഷൻ 0.1 divided by കോപ്പറിന്റെ കോൺസെൻട്രേഷൻ 0.3.
ആൻസർ 0.74. ഇപ്പൊ ഈ നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസ് നമുക്ക് മസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്താണ് തരാത്തതെന്നുള്ളത് നമ്മുടെ ആ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can a nickel spatula used to stir copper sulfate solution give reason? അതായത് ഇതൊരു കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നിക്കൽ സ്പാച്ചുല ഉപയോഗിച്ച് കോപ്പർ സൾഫേറ്റ് സ്റ്റിർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതായത് നിക്കലും കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരിക്കും? നിക്കൽ കയറിയിരിക്കും. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദിസ് ഈസ് an example for electrochemical series. If nickel spoon is used to stir copper sulfate solution, it will displace copper from copper sulfate solution. അപ്പോൾ കോപ്പറിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അതായത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ നിക്കൽ കയറിയിരിക്കും. സോ അത് ആ ഒരു കോപ്പറിന്റെ കളറൊക്കെ ഫെയ്ഡ് ആവാനുള്ള കാരണം, കോപ്പർ സൾഫേറ്റിന് നീല നിറമാണ്, അപ്പൊ കോപ്പർ ഇല്ലെങ്കിൽ ആ കളർ ഉണ്ടാവത്തില്ല. അപ്പം ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റിർ ചെയ്യാൻ ഒരിക്കലും നിക്കൽ സ്പാച്ചുല യൂസ് ചെയ്യാൻ പറ്റില്ല. Then again ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ EMF ഓഫ് zinc bar zinc 2 plus copper. Then E0 zinc is given and E0 copper is given. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് E0 സെൽ തന്നിട്ടില്ല. സോ we have to find the E0 cell, that is E0 right minus E0 left or E0 cathode minus E0 anode. ഈ ഒരു സെൽ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ആനോഡ്, ദെൻ ഇത് കാഥോഡ്. സോ 0.34 minus of 0.76 is equal to 1.1 volt. Then apply it in the Nernst equation. 1.1 plus 0.0591 by 2. 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ചാർജ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, log 0.1 divided by 0.01. 0.1 is the concentration of copper and 0.01 is the concentration of zinc. So answer is 1.1295 volt. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക, ഡയറക്ട്ലി കണ്ടുപിടിക്കുക. E0 സെല്ല് തന്നിട്ടില്ലെങ്കിൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. Then next question, why lithium ion battery is not fully charged? ഇതും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. lithium ion battery is a rechargeable battery but lithium ion battery is not fully charged. Why? It is a rechargeable battery in which lithium ion moves between cathode and anode during charging and discharging. In lithium ion battery, anode is graphite and lithium atoms are inserted between the carbon atom. അപ്പോൾ ഇവിടെ ആനോഡ് ആയിട്ട് എടുക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. സോ ലിഥിയം ആറ്റം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് lithiated graphite and the cathode is lithium cobalt oxide and the electrolyte is lithium salt. അപ്പോൾ lithium ion battery is a rechargeable battery. Anode is lithiated graphite, cathode is lithium cobalt oxide and electrolyte is lithiated salt. If lithium ion battery is fully charged, നമ്മുടെ ആനോഡിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Li1-1 അപ്പോൾ നമ്മൾ ഫുള്ളി ഇത് ചാർജ് ചെയ്യുവാണെങ്കിൽ 1 - XCOO2 എന്നാണ് വരുന്നത്. ഈ എക്സിന്റെ അവിടെ X is equal to 1 ആവും. സോ 1 - 1 0. ലിഥിയം എന്നുള്ളത് ഇല്ലാതാവുകയും കൊബാൾട്ട് ഓക്സൈഡ് മാത്രമായിട്ട് മാറും. കൊബാൾട്ട് ഓക്സൈഡ് is a highly explosive material, so it charges only up to 90%. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് 90% ഇത് ചാർജ് ചെയ്യാറ്. ദെൻ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് ബി എസ്എ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ വെൽ ലേബിൾഡ് ഡയഗ്രാം ഓഫ് SHE, അതായത് റെഫറൻസ് ഇലക്ട്രോഡ് 3 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. SHE, കലോമൽ ഇലക്ട്രോഡ് ആൻഡ് ഗ്ലാസ് ഇലക്ട്രോഡ്. അപ്പൊ എന്തായാലും അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. Write down the cell representation and cell reaction and show it is a reversible electron. SHE is an example for gas electrode. It consists of an inert platinum electrode dipped in 1 molar HCl solution. 1 molar HCl solution അകത്ത് platinum electrode dip ചെയ്ത് വെച്ചിട്ടുണ്ട്. Which is in contact with the hydrogen gas at atmospheric pressure. It is an example for primary reference electrode. Its standard potential is 0. This is the cell representation.
Also, SH is a reversible electrode. എന്തുകൊണ്ട് SH റിവേഴ്സിബിൾ എന്ന് പറയാൻ കാരണം അത് ഒരേ സമയത്ത് ആനോഡ് ആവാനും കാഥോഡ് ആവാനും കഴിവുണ്ട്. അതായത് ആരാണോ ഇവരുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന അടുത്ത ഹാഫ് സെല്ല് അവരുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ആനോഡ് ആവാനും കഴിവുണ്ട്, കാഥോഡ് ആവാനും കഴിവുണ്ട്. This is the diagram of SH. അപ്പോൾ ഡയഗ്രം നമ്മൾ വരയ്ക്കണം. ഇതിനകത്ത് പ്ലാറ്റിനം വയർ ഉണ്ട്, പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്, then ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, എല്ലാം കൂടെ 1 മോളാർ HCl ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇക്വേഷൻ വരുമ്പോൾ റിഡക്ഷൻ വരുമ്പോൾ H++ ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2, then ഓക്സിഡേഷൻ വരുമ്പോൾ ഹാഫ് H2 ഗീവ്സ് H++ ഇലക്ട്രോൺ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ സിങ്കിനെ വെച്ച് കപ്പിൾ ചെയ്യുവാണ്. ഇതിനെ റിവേഴ്സിബിൾ ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് ഇലക്ട്രോണിനെ വെച്ച് കപ്പിൾ ചെയ്യുക. അപ്പോഴത്തേക്കിന് സിങ്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ആനോഡും. അപ്പൊ അതുകൊണ്ട് തന്നെ SH നമുക്ക് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യാം. സോ E0 cell can be find out from E0 cathode minus E0 anode, that is E0 SHE minus E0 sink. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് ഓവറാൾ സെല്ലിന്റെ വാല്യൂ 0.76 എന്ന് കിട്ടും. അപ്പോൾ E0 SH എത്ര, 0 ആണ്. അതായത് SH യുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണ്, മൈനസ് E0 സിങ്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, E0 sink is equal to ഇതിനെ ഇപ്പുറം അങ്ങോട്ട് വരിക -0.76 വോൾട്ട് എന്ന് പറയും. അപ്പൊ അറിയാൻ വയ്യാത്ത ഹാഫ് സെല്ല് പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് ഹാഫ് സെല്ലിനെ കൊണ്ടുവന്ന് ഇതേപോലുള്ള റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Next question, explain electrochemical series and its application. എന്താണ് electrochemical series? It is a series in which electrodes are arranged in the increasing order of their reduction potential or decreasing order of their oxidation potential. Reduction potential ന്റെ increasing order ലോ oxidation potential ന്റെ decreasing order ലോ ഇലക്ട്രോഡുകളെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന സീരീസ് ആണ് electrochemical series. നമ്മുടെ സീരീസിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുകയും അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്നൊക്കെ അറിയാൻ പറ്റും. നെഗറ്റീവ് വാല്യൂ ഉള്ളവരായിരിക്കും ആനോഡ്. അപ്പൊ ആ ഒരു സീരീസിൽ ടോപ്പിൽ കാണുന്ന ആൾക്കാർ ആനോഡും ബോട്ടത്തിൽ കാണുന്നത് കാഥോഡും. നമ്മൾ എപ്പോഴും ഹൈഡ്രജനെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് ഈ ഒരു സീരീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദി സീരീസ് ഈസ് അതർവൈസ് കാൾഡ് ആക്ടിവിറ്റി സീരീസ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ first application to know the relative ease of oxidation and reduction. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനോഡ് ആരാ കാഥോഡ് ആരാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. So we have to find oxidation reduction reactions. ആനോഡ് എപ്പോഴും oxidation and കാഥോഡ് എപ്പോഴും reduction. അപ്പോൾ ഗ്രേറ്റർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മോർ ഈസി ദ സബ്സ്റ്റൻസ് അണ്ടർഗോ റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ് എന്നും ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഈ സീരീസ് അറിയാമെങ്കിൽ നമുക്ക് ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഓക്സിഡൈസിങ് ഏജന്റ് ആരാ, റെഡ്യൂസിങ് ഏജന്റ് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ആപ്ലിക്കേഷൻ ടു predict whether the metal will react with the acid to give hydrogen gas. നമ്മൾ ചെറുതിലെ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. ചില മെറ്റൽ ആസിഡിനകത്ത് വീഴുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. അപ്പൊ അതെങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? ഈ മെറ്റൽസ് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽസ് എബവ് ദ ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനെ റെഫറൻസ് ആക്കി വെച്ച് ഹൈഡ്രജന്റെ മുകളിൽ കുറെ ആൾക്കാരുണ്ട്, താഴെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഹൈഡ്രജന്റെ മുകളിലുള്ള ഇലക്ട്രോഡുകളെല്ലാം എന്താണ് ആസിഡുമായിട്ട് ചേരുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിടും. അപ്പൊ അതും നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. Then to calculate the standard EMF of the cell, that is E0 cell is equal to E0 cathode minus E0 anode. ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നിന്ന് ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ E0 സെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. Fourth one is displacement reaction. നേരത്തെ പറഞ്ഞത് why is it possible to stir a copper sulfate solution with nickel spatula എന്ന് ചോദിച്ച പോലെ ആ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലുകൾ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യും. ദാറ്റ് റിയാക്ഷൻ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അവരെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കും.
ഇത്രയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസും അതിന്റെ 4 ആപ്ലിക്കേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ വെൽ ലേബിൾഡ് ഡയഗ്രാം ഓഫ് SCE, that is saturated calomel electrode. Write down the cell representation and cell reaction. കലോമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെർക്കുറി ഉള്ള ഇലക്ട്രോഡ് ആണ്. It consists of a glass tube at the bottom at which a small amount of mercury is placed. It is also covered with a paste of mercurous chloride. അപ്പോൾ ഈ മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ടായതുകൊണ്ടാണ് ഇതിന് കലോമൽ എന്ന് പേരിടാൻ കാരണം. പിന്നെ അവിടെ നിറച്ചിരിക്കുന്ന സൊല്യൂഷൻ KCl ആണ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു പ്ലാറ്റിനം വയറും കൂടെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്. സോ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു സോൾട്ട് ബ്രിഡ്ജ് അതിന്റെ കൂടെ തന്നെ ഉണ്ട്. സോ ഇതാണ് സെൽ റെപ്രസെന്റേഷൻ. ഇലക്ട്രോഡ് റിയാക്ഷൻ Hg2Cl2 plus 2 electron gives 2Hg plus 2Cl minus. Like SHE, it can also act as either anode or cathode. Anodaയിട്ടോ കാഥോഡായിട്ടോ ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ നയൻസ്റ്റ് ഇക്വേഷൻ വരുമ്പോൾ ഈ കലോമൽ ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT into log Cl മൈനസ്. അതായത് ഇവിടത്തെ KClന്റെ സൊല്യൂഷൻ അനുസരിച്ചാണ് കലോമൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിൽ വ്യത്യാസം വരുന്നത്. ഇനി പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റെഫറൻസ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് 0.2422 വോൾട്ട് ആണ്, ഓൾറെഡി നോൺ ആണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിങ്ക് ഉപയോഗിച്ച് കപ്പിൾ ചെയ്യുന്ന സമയത്ത് സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യും, SCE കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ E0 cell is equal to E0 cathode minus E0 anode, that is E0 calomel minus E0 zinc. കലോമലിന്റെ വാല്യൂ എത്ര അറിയാം? 0.2422. അതിൽ നിന്ന് നമുക്ക് ഈ സെല്ലിന്റെ വാല്യൂ അറിയാമെങ്കിൽ അതിപ്പോ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ മൊത്തത്തിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്തിട്ട് സിങ്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് റിവേഴ്സിബിൾ ആണെന്ന് ചോദിച്ചാൽ കാണിക്കേണ്ടത്. ഈ ഒരു ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. Then 11th question, explain the working of lithium ion battery. Lithium ion battery is a rechargeable battery in which lithium ion moves between cathode and anode during charging and discharging. Here lithiated graphite is anode, cathode is lithium cobalt oxide, then lithium salt is the electrolyte. അപ്പോൾ 3 കാര്യങ്ങളാണ് അറിയേണ്ടത്. ആനോഡ് ആര, കാഥോഡ് ആര, ഇലക്ട്രോലൈറ്റ് ആര. ദെൻ ഇതിന്റെ ഫിഗർ ഇതാണ്. ലിഥിയം അയോൺ ബാറ്ററിയുടെ ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ ആനോഡ്, നടുക്ക് ഇലക്ട്രോലൈറ്റ്, കാഥോഡ്. ആനോഡിന്റെ റിയാക്ഷൻ, ഇവിടെ ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിങ്ങും ഉണ്ട് ചാർജിങ്ങും ഉണ്ട്. ഇപ്പൊ ഡിസ്ചാർജിങ് സമയത്ത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ LiX ഇതാണ് നമ്മുടെ ആനോഡ്, ലിത്തിയേറ്റഡ് ഗ്രാഫൈറ്റ്. അവർ XLiയെയും X ഇലക്ട്രോണിനെയും 6 കാർബണേയും പുറത്തേക്ക് കൊടുക്കും. ആ X ഇലക്ട്രോണിനെയും X ലിഥിയത്തിനെയും കൂടെ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് വാങ്ങും. ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പം ഒരു ലിഥിയം ഉണ്ടായിരുന്നു, X ലിഥിയവും കൂടെ വന്നപ്പോൾ Li1 + X ZOO2. ദെൻ ഒരേപോലുള്ളത് വെട്ടിക്കളയുക, ഓവറാൾ റിയാക്ഷൻ എഴുതുക. ഡിസ്ചാർജിങ് പഠിച്ചാൽ ചാർജിങ് എളുപ്പമാണ്. കാരണം ഡിസ്ചാർജിങ്ങിന്റെ ആനോഡിന്റെ റിയാക്ഷനെ തിരിച്ചെഴുതുന്നതാണ് ചാർജിങ്ങിന്റെ കാഥോഡിന്റെ റിയാക്ഷൻ. കണ്ടോ? LiX C6 gives XLi++ X electron plus 6 carbon. ഇതിനെ നേരെ തിരിച്ചെഴുതുന്നതാണ് ചാർജിങ്ങിന്റെ കാഥോഡ്. ലൈക്വൈസ് എന്താണ് ഡിസ്ചാർജിങ്ങിന്റെ കാഥോഡിനെ തിരിച്ചെഴുതുന്നതാണ് ചാർജിങ്ങിന്റെ ആനോഡ്. അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററിയുടെ ഇക്വേഷൻ പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ദെൻ ഒരേപോലുള്ളതിനെ വെട്ടിക്കളയുക, ഓവറാൾ റിയാക്ഷൻ എഴുതുക. ഇതാണ് ലിഥിയം അയോൺ ബാറ്ററി. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വേണം, ഇക്വേഷൻ വേണം, ആനോഡ് ആര, കാഥോഡ് ആര, ഇലക്ട്രോലൈറ്റ് ആര. ദെൻ 12th question, explain the working of glass electrode. അപ്പോൾ റെഫറൻസ് ഇലക്ട്രോഡിൽ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ് ഗ്ലാസും കലോമലും. ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ എപ്പോഴും ഒരു അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ആണ്. ഇത് pH കണ്ടുപിടിക്കാനായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ ഗ്ലാസ് ഓഫ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. The inner surface of the glass is in contact with AgCl coated silver electrode. പ്ലാറ്റിനമോ സിൽവറോ അതിനകത്ത് AgCl കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ അകത്തോട്ട് ഈ ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് അവിടുത്തെ pH കണ്ടുപിടിക്കാനായിട്ട് പറ്റും. The potential difference is developed because of the difference in concentration between outer and inner surface of the glass membrane. അതായത് നമുക്ക് pH കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനുമായിട്ട് ഗ്ലാസ് മെമ്പറൈൻ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അകത്തെയും പുറത്തെയും സൊല്യൂഷന്റെ ഡിഫറൻസ് കാരണം കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരും. Eg is equal to E0 minus 0.0591 pH. ഇതാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, pH-ഉമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് pH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഗ്ലാസ് ഇലക്ട്രോഡിനെ മാത്രം വെച്ചാൽ പോലെ ഗ്ലാസ് ഇലക്ട്രോഡിനെ നമ്മൾ കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കപ്പിൾ ചെയ്യും. അതായത് ഇവിടെ ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ട്. ഈ ഗ്ലാസ് ഇലക്ട്രോഡിനകത്ത് നമ്മളെ കലോമൽ ഇലക്ട്രോഡിനെ എന്ത് ചെയ്യും? കപ്പിൾ ചെയ്ത് വെക്കും. ഇത് കലോമല്, ദെൻ ഇത് ഗ്ലാസ് ഇലക്ട്രോഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? pH കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ അകത്തോട്ട് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഓർ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. റൈറ്റിൽ ആരായിരിക്കുന്നത്? കലോമൽ ഇലക്ട്രോഡ്. ലെഫ്റ്റിൽ ആരാ ഇരിക്കുന്നത്? ഗ്ലാസ് ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡിന്റെ വാല്യൂ നമുക്കറിയാം 0.2422 വോൾട്ട്. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ വാല്യൂ തൊട്ട് മുമ്പേ പഠിച്ചു. Eg is equal to E0g minus 0.0591 into pH. ഇവിടെ നിന്ന് നമ്മൾ pH ന് ഒരു ഇക്വേഷൻ അറൈവ് ചെയ്യും. pH is equal to E cell plus E0g minus 0.2422 divided by 0.059. അതായത് ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ഈ pH ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ ടേം ആയതുകൊണ്ട് ഇതിനെ ഇപ്പുറം കൊണ്ടുവരിക. ദെൻ അവിടെ നിന്ന് 0.0591 അപ്പുറം കൊണ്ടുവരിക. കാരണം ഇവിടെ ഇൻറ്റു ചെയ്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് pH-ന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെയാണ് pH ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുക, ഈ കാൽക്കുലേഷൻസ് എഴുതുക. ഇനി അഡ്വാൻറ്റേജ് വരുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഓപ്പറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ pH ഓഫ് ഓക്സിഡൈസിങ്, റെഡ്യൂസിങ്, കളേർഡ് എല്ലാത്തിന്റെയും pH കണ്ടുപിടിക്കാൻ പറ്റും. 1 to 9 pH എഫക്റ്റീവ്ലി ഇത് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്ലാസ് വെച്ച് മേഡ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഇലക്ട്രോഡ് ആണെങ്കിൽ 12 വരെ pH നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രോകെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.